അമ്മ ഞാൻ പോയേ. അച്ഛാ, എന്താ മോളെ? അച്ഛന്റെ പ്രഷറിന്റെ ഗുളിക തീർന്നാ? അത് ഉണ്ട് മോളെ, ഗുളിക എവിടെയുണ്ട്? ഞാൻ കണ്ടല്ല, അത് തീർന്നല്ല. അതും മോൾക്ക് പണിയെല്ലാം കുറവല്ലേ, മോളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ പറയാണ്ടിരുന്നത്. അച്ഛൻ ഞാൻ പറയലില്ലേ അച്ഛനോട് അത് തീരുമ്പോ പറയണമെന്ന്. അമ്മേ, അച്ഛന്റെ പ്രഷറിന്റെ ഗുളികന്റെ ചീട്ടിങ്ങോട്ട് എടുത്തേ. എന്റെ അച്ഛ അതെന്തായാലും വാങ്ങിക്കേണ്ടതല്ലേ, അത് കുടിക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? അച്ഛൻ ഇനി അത് തീരുമ്പോ പറയണേ. അമ്മ ഇങ്ങോണ്ടാ. ഇന്നാ ആ ഗ്യാസുകാരനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അയാൾ വരും. ഇപ്പൊ അടുപ്പിൽ ഊതി കത്തിക്കാൻ നിക്കണ്ടേ ഇനി. അതൊന്നും കുഴപ്പമില്ല അമ്മ, അത് വാങ്ങി വെക്ക്. ഞാനിപ്പോ പോന്നുണ്ടല്ലോ, എന്തായാലും എനിക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കൂല. ശരി, എന്നാൽ ഞാൻ വരുമ്പോ ഗുളിക കൊണ്ടുവരാട്ടാ. പാവന്റെ മോള് ഒറ്റക്ക് കഷ്ടപ്പെടുന്നു നോക്കിയ. അതന്നെ, നേരം വെളുത്താലുള്ള തുണിയും കൊടുത്ത് എല്ലാവരുടെ വീട്ടിലും കയറി ഇറങ്ങി വൈകുന്നേരം അവിടെ വന്ന് കയറി കഷ്ടപ്പാടന്നെ. ഇപ്പം എൻ്റെ മോക്ക് നിങ്ങല്ലേ പണ്ട് പറയല്ലേ ആൺകുഞ്ഞാന്ന് നല്ലത് പെൺകുഞ്ഞിനെക്കാട്ടി നല്ലത് ആൺകുഞ്ഞാന്ന്. ഇപ്പം പെൺകുഞ്ഞിനെ കൊണ്ടല്ലേ ഇപ്പം അമ്മ ജീവിച്ചു പോകുന്നത്. ചേച്ചി, മാക്സിയും പാവാടയെല്ലാം വേണോ? മാക്സി നല്ല മാക്സി എല്ലാം ഉണ്ട് ചേച്ചി. ചേച്ചി ഒന്ന് നോക്ക്. ഇപ്പൊ വേണ്ട മോളെ, ഞാൻ പിന്നെ വരുമ്പോ എടുക്കാം. ചേച്ചി വെറുതെ ഒന്ന് നോക്ക്, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താ മതി. എന്നാ നോക്കട്ടെ. നല്ല മാക്സി എല്ലാം ഉണ്ട്, ചേച്ചിക്ക് പറ്റുന്ന മാക്സി എല്ലാം ഉണ്ട്. ചേച്ചിക്ക് ഈ മാക്സിയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ചേച്ചി വെറുതെ ഒന്ന് നോക്ക്. എന്താ നോക്കട്ടെ ഞാൻ. ഇത് നല്ല കളറാണ്, എനിക്കിഷ്ടപ്പെട്ട്. അത് നല്ലോണം ചേച്ചിക്ക് പിടിക്കും, നല്ല കളറാണ്. എത്ര രൂപയാണ് മോള് പറഞ്ഞത്? ഇതിന് 250 ഞാൻ കൊടുക്കല്. ചേച്ചി ഒരു 250 തന്നാ മതി. 250? 250 തന്നെ വേണം. ചേച്ചി നോക്ക്, ചേച്ചി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറക്കാം. ഇവിടെ ഇരിക്കട്ടെ, ഞാൻ നോക്കട്ടെ കേട്ടാ. പൈസ ഉണ്ടാ നോക്കട്ടെ. പൈസ ഉണ്ടാ നോക്കട്ടെ. ഇതും കൊണ്ട് എന്താവാനാണ്? വെറുതെ ആ പെണ്ണിനെ പിടിച്ചവിടെ ഇരിക്കപ്പാ, നഷ്ടം. മോനെ, നമുക്കൊരു മാക്സി എടുക്കാനാണ്. മാക്സി എല്ലാം മോശമായി മോനെ. മോൻ്റെ അടുത്തൊരു 200 ഉറുപ്പ്യ ഉണ്ട് തരാനായിട്ട്. എന്തിനീ വഴിയെ പോകുന്ന ആൾക്കാരെല്ലാം വിളിച്ച് വീട്ടുമുറ്റത്തിരുത്തേണ്ട കാര്യം? റോട്ടിവിടെ പോണെല്ലാം വിളിച്ച് ഉമ്മർത്തിരുത്തേണ്ട കാര്യം എന്താ ഉള്ളത്? മാക്സിം പാവാടയും മറ്റേത് മറിച്ചും വാങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിനിപ്പോ എവിടെ പോകാനാണ്? വീട്ടിലിരിക്കാനല്ല, ഇത് തന്നിട്ട് ഇരുന്നാ പോരെ. എൻ്റെ അടുത്തൊന്നുമില്ല 200-300 മാക്സിം പാവാട എടുക്കാൻ വേണ്ടി. പോയി പറഞ്ഞേക്കാൻ നോക്ക്, ചെല്ലി. ഇരിക്കല്ലേ പൈസ തരാൻ വേണ്ടി. ഇപ്പൊ ഒന്നും വേണ്ട മോളെ, ഇപ്പൊ മാക്സിയൊക്കെ ആവശ്യത്തിനുണ്ട്. പിന്നെ ഒരിക്കൽ വരുമ്പോ എടുക്കാം കേട്ടാ. ഇപ്പൊ ഞാൻ എവിടെയും പോകുന്നില്ലേ, വീട്ടിലിരിക്കുന്ന ആളല്ലേ. ഇപ്പൊ വേണ്ട.
ഈ മാക്സി വെച്ചോ. വേണ്ട മോളെ, ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ മാക്സിയൊക്കെ ഉണ്ട്. ചേച്ചിക്ക് ഇപ്പൊ എവിടെ പോകുന്നില്ലല്ലോ. അത് സാരൂല. വേണ്ട, ഇപ്പൊ വേണ്ട ഇതിന്റെ മോളെ. ക്യാഷ് ഒന്നും എനിക്ക് തരണ്ട. ഞാൻ എന്റെ അമ്മക്ക് തന്നതായിട്ട് കൂട്ടിക്കോളാം. വലിയ വീടോ പണക്കാരായ മക്കളോ ഒന്നുമല്ല ഓരോ മാതാപിതാക്കളുടെയും ഭാഗ്യം എന്ന് പറയുന്നത്. ഇല്ലായ്മയിലും അവരോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ പെരുമാറുന്ന മക്കളുള്ള മാതാപിതാക്കളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ആൺമക്കൾ ഉണ്ടാകാൻ ആഗ്രഹിച്ച ഈ അച്ഛന് ഒടുവിൽ തുണയായത് ഈ മകളാണ്. ഈ അമ്മ ഒരു സമയമെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഈ മകൾ എൻ്റെ സ്വന്തം മകളായിരുന്നെങ്കിൽ. ഏതൊരു അച്ഛനമ്മമാരും ആഗ്രഹിക്കും ഇതുപോലൊരു മകളെ കിട്ടാൻ.